ഹലോ ഗായ്സ്, വെൽക്കം ടു മിഥുന കപ്പിൾസ് യൂട്യൂബ് ചാനൽ. അപ്പോഴേ എല്ലാവരും ശിവരാത്രിയൊക്കെ എടുത്ത് സന്തോഷമായിരിക്കുമായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ശിവരാത്രിയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള ആഘോഷം. വേലാപൂരം എന്നൊക്കെ എല്ലാ സ്ഥലത്തും പറയില്ല, അതേപോലെ ഇവിടെ ശിവരാത്രിയാണ് ആഘോഷമായിട്ടുണ്ടാവുക. അപ്പൊ നാസിക് ശിവരാത്രിയും ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ഇവിടെ അന്നായിരിക്കും എല്ലാ വിരുന്നുകാരും വീട്ടുകാരും എല്ലാവരുടെ വീട്ടിലേക്കും വരിക, ബന്ധുക്കാരൊക്കെ വരുന്നത്. അപ്പൊ അതെല്ലാം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെയാണ് കേട്ടോ പോകുന്നത്. നാസിക് ഡോളും അതേപോലെ മറ്റേ കാവടിയും കുറെ കാവടി ഉണ്ടായിരുന്നു. അതൊക്കെ ഫ്രണ്ടിൽ പെട്ടോ. കുറച്ചേ എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മൾ ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയത്. കാരണം വർക്ക് കഴിഞ്ഞ് നമ്മൾ എറണാകുളത്ത് നിന്ന് വരുമ്പോഴേക്ക് ലേറ്റ് ആയി പോയി. അപ്പൊ നമ്മളിതാ വരുമ്പോഴേക്ക് കുറച്ചും കൂടെ നീങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മൾ പെട്ടെന്നുള്ള ക്ലിപ്സ് ആണ്. അപ്പൊ നമ്മളിതെല്ലാം വീഡിയോ എടുത്ത് ഇതെല്ലാം വന്നിട്ട് അമ്പലത്തിലേക്ക് കയറുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വ്രതമൊക്കെ എടുത്തിട്ടിരിക്കുകയല്ലേ. അപ്പൊ എല്ലാവരും നമ്മളൊക്കെ കേട്ടിരുന്ന വ്രതം എടുക്കുന്നത് പറഞ്ഞാൽ പൂർണ്ണ ഉപവാസമായിരിക്കും. രാത്രി ഉറങ്ങില്ല, രാത്രി ഒരു നേരം ഭക്ഷണം കഴിക്കും, അതായത് ഉപ്മാവും അങ്ങനെ വല്ലതും കഴിക്കും. പിറ്റേ ദിവസം വൈകുന്നേരം വരെ ഉറങ്ങാണ്ടിരിക്കുക എന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ വല്ലതും ഉണ്ടെച്ചാൽ നമുക്കൊന്ന് കമന്റ് ചെയ്യുന്നേ. അപ്പൊ എല്ലാരും കേട്ടല്ലോ നാസിക് ഡോളിന്റെ ഒക്കെ. അപ്പോഴേ ഞാൻ ഈയിടെയായിട്ട് ഒരു വ്ളോഗിൽ കേട്ടതാണ് പച്ചവള മേടിച്ചു കൊടുക്കുന്നത് ശിവൻ പാർവതിക്ക് വേണ്ടി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ ഞാനും എനിക്ക് വേണ്ടിയിട്ടൊന്ന് മേടിക്കാൻ പറ്റുന്ന മേടിച്ചു. അപ്പൊ അതൊരു ഐതിഹ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് കമന്റ് ഇടുന്നത്. എനിക്ക് ഞാനൊരു വ്ളോഗിൽ കേട്ടതാണ്. അപ്പൊ അതാ നമ്മളുടെ കാവടിയും എല്ലാം അമ്പലത്തിനുള്ളിൽ കയറി അതിന്റെ ഒരു ആഘോഷമാണ്. 4 അമ്പലത്തിന്റെ ഉള്ളിൽ ഫുള്ളായി വലം വെച്ച് ഒരു റൗണ്ടൊക്കെ ഫുള്ളായി കെട്ടിയതിനു ശേഷം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഓരോരോ ദേശക്കാർക്കും ഓരോരോ സമയമായിരിക്കും അവർ അലോട്ടിട്ടുണ്ടാവും. എല്ലാ സ്ഥലത്തും അങ്ങനെയാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ കാവടിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ ശിവരാത്രി അങ്ങനെ അവസാനിച്ച് നമ്മൾ നമ്മുടേതായ പണികളിലേക്ക് നമ്മളും പോകുന്നു ഗൈസ്. അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ വീഡിയോസ്. താങ്ക് യു ഗൈസ്.